ഹായ്. നമ്മളെ സുജേഷ് അല്ലേ കാര്യമായ പണിയാണ്. എന്താ സംഭവം എന്നല്ല സുജേഷ് എന്താ പരിപാടി? കോമഡി അതെ പറഞ്ഞിട്ട് ബിഗ് ബോസിലേക്ക് ഇതാ ബൈജോട്ടം പോവുകയും അതിനുള്ള അപ്ലിക്കേഷൻ തയ്യാറാക്കുകയും അതിനുള്ള അപ്ലിക്കേഷൻ തയ്യാറാക്കുക. കോമഡി അല്ലേ? എന്തോ ചെറിയൊരു താല്പര്യം, ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുത്താന്നൊരു താല്പര്യം. അപ്പൊ സുജേഷോട് പറഞ്ഞു ആന്ന് പിശല്ലോ ചേട്ടാ എല്ലാം ഞാനേറ്റ് എന്നിട്ട് സംഘത്തിൽ റെഡി ആയിട്ട് അയക്കേണ്ട പരിപാടിയാണ്. നിങ്ങൾ കറങ്ങുന്നുണ്ടല്ലോ സുജേഷ്. എന്തായാലും ബിഗ് ബോസിൽ നല്ല രസമുള്ള പരിപാടിയല്ലേ. ഒരുപാട് ആൾക്കാർ പോയി, ഒരുപാട് ആൾക്കാർ ഫേമസ് ആയിട്ടുണ്ട്, ഒരുപാട് നല്ല ലെവലിലെത്തിയ ആൾക്കാരൊക്കെയാണ് കൂടുതലുള്ളത്. എന്തായാലും ഒരു രസമുള്ള പരിപാടിയാണ്. ചുമ്മാ ഒന്ന് പോയി നോക്കാന്നൊരു ചെറിയൊരു പൂതി. ഇതിപ്പാട്ടാവോ സുജേഷ്? നമ്മളെ ബാക്കി ഡീറ്റെയിൽ കാര്യം പെട്ടാ എല്ലാ സംഗതിയും പെട്ടില്ല. ഇതിനകത്ത് എൻ്റെ ഒരു വീഡിയോ വേണം പോലും ഞാൻ എന്നെ പറ്റി പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ശൈലിയിൽ എൻ്റെ ഇതിൽ ഞാൻ അങ്ങനെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഡീറ്റെയിൽ എല്ലാം പിന്നെ കാര്യമായിട്ടൊന്നുമില്ലല്ലേ. ഇതിന്റെ ഏത് സൈറ്റിൽ എങ്ങനെയാന്ന് സുജേഷ് പറഞ്ഞു കൊടുത്തോട്ടെ. ഇതിന്റെ ശരി തന്നെയല്ല, എനക്കൊന്നും അറിയില്ല. ഇവരാണ് ഇതിന്റെ ആള്. ഇത് ബേറെടുക്കാൻ അയക്കുന്ന സെയിമല്ലല്ല. ബിഗ് ബോസിന്റെ ലോഗവും ചിഹ്നവും എല്ലാം ഇതിനകത്ത് കാണുന്നുണ്ടായിരുന്നു. ഇപ്പഴേ കറങ്ങുന്നതാണ്, ഒന്നും ആവില്ല. അങ്ങനെ 8 മണിയായി. ഇവനെന്താണ്ട് 7 മണിക്ക് തുടങ്ങിയ പരിപാടി. 1 മണിക്കൂറായി ഇതിനു വേണ്ടി ഇരിക്കുന്നു. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ ചോദിച്ചാൽ. കുറെ ആൾക്കാരുണ്ടല്ലോ ഇത് പങ്കെടുക്കാൻ വേണ്ടിട്ട്. നല്ല സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലുള്ള എല്ലാവരും ഉണ്ടാവും. അതിന്റെ ഇടയിലാണ് നമ്മൾ വെറും ജീസസ് ബൈച്ചു. ചുമ്മാ കൊടുത്തു നോക്കി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയാൽ നല്ലതാണോ, പോണോ എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾക്ക് പറഞ്ഞാൽ നല്ലത്. എന്തായാലും ഒരുപാട് ആളെ പരിചയപ്പെടാൻ പറ്റും, ഒരുപാട് ആൾക്കാരിൽ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൽ ഞാൻ കാണുന്നൊരു ഗുണേ. കാണല്ലേ നമ്മളെ ഷെബീർക്ക് എപ്പോഴും കാണുന്നതാണ്. എല്ലാരും കുറ്റം പറയും, പക്ഷെ കുറ്റം പറയുന്ന ആളൊക്കെ കാണുന്നവരാണ്. അങ്ങനെ ഒരു സംഗതി ഉണ്ട് ഇതിന്റെ അകത്ത്. സകലാള് കുറ്റം പറയും, എന്നാലോ അത് കാണുകയും ചെയ്യും. സുജേഷാണല്ലോ ഫേസ്ബുക്കും ഞാനും കാണുക. ഞാൻ നമ്മളെ അഖിൽമാരുടെ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുറച്ച് രസമായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ഗെയിമെല്ലായിട്ട് അടിപൊളിയാണ് പരിപാടി. അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ നമുക്കൊരു പൂതി ഒന്ന് കൊടുത്തു നോക്കാം. കിട്ടൂല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. എന്നാലും ശ്രമിക്കാതിരുന്നിട്ട് കാര്യമില്ല, ശ്രമിക്കണല്ല. ഈ പറഞ്ഞല്ല ലോട്ടറി അടിക്കണേന്ന് പ്രാർത്ഥിച്ചൊരു കാര്യമില്ല. ചോദിച്ചേ മിനിമം ലോട്ടറി എടുക്കണ്ടേ എന്നല്ലേ അടിക്കല്. OTP ഉണ്ടാ ഇതിൻ്റെ തന്നെ. ഇതിൻ്റെ തന്നെ OTP വന്നിട്ട് 98 85 62. അപ്പൊ ഇതാ സുജേഷ് ലാസ്റ്റത്തെ OTP അടിക്കണ്ടേ. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് OTP അടിക്കുന്നത്. എല്ലാം അടിച്ച് സെറ്റായിട്ടുണ്ട്. ഇതിലൊക്കെ ആയിരിക്കുമല്ലോ സുജേഷ്. കുറച്ച് പണിയുണ്ട് കേട്ടാ, മെനക്കെട്ട പണിയാ. ഇതിനെപ്പറ്റില്ല അറിയുന്നവർക്ക് ഇതെല്ലാം പറ്റുള്ളൂ. സാധാരണക്കാർക്കെല്ലാം ഇത് മനസ്സിലാവുമോ? സത്യത്തില് ഞാനത് കൊടുത്ത സാധാരണക്കാരനെ ചോദിച്ചാൽ ബാക്കി ചെറുപ്പക്കാർക്കും ആൾക്കാർക്കും ഇത് എങ്ങനെ ചെയ്യേണ്ട കംപ്ലീറ്റ് അറിയാം. സത്യം പറഞ്ഞാൽ എനക്ക് അതിൻ്റെ ഒരു ABCD അറിയത്തെ. സത്യം പറഞ്ഞാലേ നമ്മളാണ് ഈ കുഗ്രാമത്തിൽ നിൽക്കുന്ന യഥാർത്ഥ ഒന്നും അറിയാത്ത ആൾക്കാർ എന്നെല്ലാം പറയുന്ന വ്യക്തി ഉണ്ടല്ലോ. നമ്മളെ പോലെ വിദ്യാഭ്യാസം കുറവുള്ളവരാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ബാക്കിയുള്ളവർക്കെല്ലാം നന്നായിട്ട് അറിയാലോ. അപ്പൊ ഇതാ സുജേഷിന്റെ 1 മണിക്കൂറത്തെ കഠിന ശ്രമം കൊണ്ട് സംഗതി സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസിലേക്കുള്ള അപ്ലിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. കിട്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കിട്ടൂല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണെങ്കിലും മറ്റേ ഇവമനല്ലേ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് തോറ്റവരാണ് എന്റെ ഹീറോസ്. അതുപോലെ നമ്മള് തോക്കുന്ന അറിയാലോ, കളിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമേ സുജേഷ് കട്ടക്ക്. അപ്പൊ ഏതായാലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ബിഗ് ബോസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. നമ്മളെ ഫേസ്ബുക്കിൽ ഞാൻ ഇഷ്ടം പോലെ കാണുന്നുണ്ട് ബിഗ് ബോസിലെ നമ്മളെ അഖിൽമാരാര പരിപാടി. പിന്നെ അങ്ങനെ ഇവരെ അങ്ങോട്ടേക്കുള്ള പരിപാടിയിലാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം കാണും. അങ്ങനെ കണ്ടിരിക്കലുണ്ട്. അപ്പോൾ എന്തോ എനക്കൊരു താല്പര്യം ഉണ്ട് എന്തായാലും ഈ പരിപാടിക്ക്. സുജേഷ് ഇത് വളരെ മെനക്കെട്ടിട്ടാണ് ചെയ്തത്. ഇനിയിപ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ സുജേഷിനാണ് സങ്കടം. എന്തായാലും കിട്ടും. കിട്ടിയിട്ടില്ലെങ്കിൽ അന്നെക്കാട്ടി കൂടുതൽ സങ്കടം ഇവരായിരിക്കും. കാരണം 1 മണിക്കൂർ മെനക്കെട്ട് സുജേഷ് അത്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ. ബിഗ് ബോസിലേക്കുള്ള അപ്ലിക്കേഷൻ കൊടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. ശ്രുതി അറിയൊന്നുമില്ല കേട്ടാ. ഞാൻ വെറുതെ പെട്ടെന്ന് തോന്നിട്ട് ഇവരോട് പറഞ്ഞു സുജേഷ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ. വീട്ടിൽ പോയിട്ട് ശ്രുതിയോട് കാര്യം പറഞ്ഞേ. കോമഡി ആയിരിക്കും. ശ്രുതി ചിരിച്ചും മരിക്കലൊക്കെ ഉണ്ടാവുക. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ചോദിക്കും.
അതിനെല്ലാം നല്ല മിടുക്കന്മാരുണ്ട് ചോട്ടാ. നിങ്ങൾക്കൊന്നും പറ്റില്ലെങ്കിൽ എന്താ പരിപാടി ചിലപ്പോൾ പറയായിരിക്കും. എന്തായാലും വീട്ടിൽ പറ്റി ഓൾക്ക് പറഞ്ഞോട്ടെ, എന്തുണ്ട് പറയുന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയട്ടെ. ശരി, ബൈ.